ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു. എൻ്റെ വീടിന് തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ വൈകുന്നേരത്തെ ഈ ചടങ്ങ് കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. വന്ന സമയത്ത് ഈ അമ്പലം ഇങ്ങനെ ചുറ്റിയിട്ട് ഇവിടുന്ന് നേരെ അങ്ങ് കുറുവങ്ങാട് ശിവക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് മടക്കെഴുന്നള്ളത്തായിട്ട് മേളമൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ഇവിടുന്ന് ഈ 2 ആനകളും മേളക്കാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഈ അമ്പലം ചുറ്റിയിട്ടാണ് പോവുക. അപ്പോൾ ഈ അവിടുന്ന് ഇങ്ങോട്ട് നടന്ന് ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇവിടെ എത്തിയ സമയത്ത് ഒരു ആഘോഷ കമ്മിറ്റിയുടെ വരവ്, ഒരു ആഘോഷ വരവ് വരുന്നുണ്ട് അപ്പുറത്ത്. സാധാരണ ഇവിടുന്ന് വെടിക്കെട്ട് അങ്ങനെ ഉണ്ടാവില്ല, ഈ ഗ്രൗണ്ടിൽ നിന്നാണ് ഉണ്ടാവുക. ഇതിന് പിറകുന്ന് വെടിക്കെട്ട് പൊട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഈ പീതാംബരൻ എന്ന് പറയുന്ന ആന ഗോകുലിൻ്റെ പിറകിലാണുള്ളത്. പീതാംബരൻ എന്ന് പറയുന്ന ആന ഗോകുലിനെ തള്ളി പിറകുന്ന് കുത്തി അങ്ങ് 2-3 തവണയിൽ കുത്തി. അപ്പോൾ ഗോകുലങ്ങ് ഇതിനകത്തോട്ട് കയറിപ്പോയിട്ട് ഇത് കംപ്ലീറ്റ് ഇടിഞ്ഞ് വീഴുകയാണ്. വീണതിന് ശേഷം ഈ 2 ആനകൾ 2 വഴിക്ക് അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. അത്രയാണ് ഞാൻ കാണുന്നത്. അപ്പോഴേക്കെന്ന് വെച്ചാൽ ഇത് പൊളിഞ്ഞിട്ട് ഞങ്ങൾ ഓടി വന്നിട്ട് ഈ പൊളിഞ്ഞതിൻ്റെ അകത്തുനിന്ന് ആളുകൾ എങ്ങനെ ഉണ്ടോ നോക്കാൻ. അപ്പോഴാണ് ഇതിനകത്ത് ആളുകൾ വിട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. അതിനകത്ത് പെട്ടുപോയിട്ടുള്ള ആളുകളാണ് ഗുരുതരമായി പരിക്ക് പറ്റിയവർ. പിന്നീട് ആനപ്പുറത്തുനിന്ന് വീണിട്ടുള്ള നമ്പൂരിമാർ, അതുപോലെ തന്നെ വരണ്ട ഓടിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ കുറച്ച് പേർക്ക് 10-35 പേർക്ക് അങ്ങനെയാണ് പരിക്ക് പറ്റിയത്. പ്രധാനമായിട്ടൊരു 10-14 പേർക്ക് ഇതിനകത്ത് പെട്ടുപോയിട്ടാണ് പരിക്ക് പറ്റിയത്. അതിലാണ് ഇതിന് തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് ഈ 3 പേരും. ഈ പറയുന്ന മരിച്ചിട്ടുള്ള 3 പേരും ഈ തൊട്ടടുത്തുള്ളവരാണ്. രാജൻ എന്ന് പറയുന്ന ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. അയാളിപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഉരുളൂർ ജീവിക്കുന്നു. കല്യാണം കഴിച്ചിട്ട് അവിടെ റേഷൻ കട നടത്തി ജീവിക്കുന്ന കക്ഷിയാണ്. മറ്റേത് ഇവിടെ ഒരു പാലൊക്കെ വിറ്റ് ജീവിക്കുന്ന ആണ് ലീല എന്ന് പറയുന്നത്. പശുവിനൊക്കെ കറന്നിട്ട് ഇതിന് തൊട്ട് പുറകിലത്തെ വീട് തന്നെയാണ്. അതുപോലെ തന്നെ ദാസൻ, ഇതിന് തൊട്ട് ദാസൻ്റെ അമ്മയാണ് എന്ന് പറയുന്നത്, കോൺഗ്രസ് പ്രവർത്തനമായിട്ടുള്ളത്. അതിൻ്റെ അമ്മയാണ് അമ്മൂമ്മ എന്ന് പറയുന്നത്. ഇവരാണ് ഇവിടെ ഉള്ളത്. ഇവരെല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്, ഇതിനകത്ത് ഇരിക്കുകയാണ്, അടുത്തിരിക്കുകയാണ്. അടുത്തടുത്തിരിക്കുകയാണ്. അതാണ് ഉണ്ടായത്. പോകുന്ന വഴിക്കൊന്നും പക്ഷെ ആരെ ആക്രമിച്ചിട്ടൊന്നും അല്ല. ആനയെ അങ്ങനെ ആരെയും ആക്രമിച്ചൊന്നുമല്ല. വരണ്ട് ഓടുന്ന ഓട്ടത്തിൽ തട്ടിപ്പോകുന്നു വിടുന്നു അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ആന ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നതല്ല. ഈ പിറകുന്ന ഈ പീതാംബരൻ എന്ന് പറഞ്ഞ ആന കുത്തിയപ്പോൾ വരണ്ടു ഇടിഞ്ഞു വീണതാണ് വലിയ അപകടത്തിന് കാരണമായത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അത്ര കാഷ്വാലിറ്റി ഉണ്ടാവില്ല.